ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മത്തി അല്ലെങ്കിൽ ചാള. ഇതിന് പുറമെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വന്നു. അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ജോലി സ്ഥലത്ത് സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഞങ്ങളിങ്ങനെ നോമ്പെടുക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈസ്റ്റർ, ക്രിസ്മസ് ഇതിനൊക്കെ നമ്മൾ നോമ്പെടുക്കുമല്ലോ, 25 നോമ്പ്, 50 നോമ്പൊക്കെ എടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു വിശേഷ ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഈ ഒരു വിശേഷ ദിവസങ്ങളിൽ നോമ്പെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ആ ഒരു വിശേഷ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം സാധാരണ ഉണ്ടാക്കാറ് ബിരിയാണി, കോഴി റോസ്റ്റ് ചെയ്യുക, പിന്നെ സാലഡ് ഉണ്ടാവും, അച്ചാർ വീട്ടിലുണ്ടെങ്കിൽ അതുണ്ടാവും. ഇത്രയ്ക്ക് തന്നെയാണ്. എക്സ്ട്രാ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കാറ് ബീഫ് കട്ട്ലേറ്റ്, ഇത്രയും ഉണ്ടാക്കുള്ളൂ. അപ്പൊ എന്നോട് ചേച്ചി പറയുന്ന ഒരു മറുപടി ഉണ്ട്, നിനക്ക് ഈ ഒരു വിശേഷ ദിവസമൊക്കെ ചോറ്, മീൻകറി, കോഴി, പോർക്ക്, ബീഫ് ഇതെല്ലാം വാങ്ങി വെച്ചൂടെന്ന് ചോദിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ചേട്ടൻ്റെ വീട്ടിൽ കേട്ടോ, ജസ്റ്റ് ഒരു കറി ഉണ്ടെങ്കിൽ അത് കൂട്ടിയാൽ അവർ കഴിക്കുള്ളൂ ഈ ഒരു വിശേഷ ദിവസം. പക്ഷെ പെരുന്നാൾക്കൊക്കെ നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ ഈ അല്ലാണ്ട് ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബിരിയാണി വെച്ചുകൊടുത്ത് ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ അവരത് കൂട്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വലിയ പണികളൊന്നും വരാറില്ല. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ ചേട്ടൻ ഓടി വന്ന് പറയും, ഇതൊന്നും ആരും തിന്നാൻ പോണില്ല കേട്ടോ വിൻസേ, ഈ ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് കൂട്ടി തന്നെ ഇവരെല്ലാവരും കഴിച്ചോളും. നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ഓരോന്നോരോന്ന് പതുക്കെ വാങ്ങി കഴിക്കാമെന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈസ്റ്റർ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് മീൻ്റെ നോമ്പ് വീടുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ മത്തിയാണ് ഇന്നത്തെ ഇര. അപ്പോൾ ഞാൻ നോമ്പ് വീടിയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.